നമസ്തേ. ജ്യോതിശാസ്ത്രപ്രകാരം അനവധി യോഗങ്ങളാണുള്ളത്. അതിൽ ചില യോഗങ്ങൾ അനിഷ്ടഫലവും മറ്റു ചില യോഗങ്ങൾ ഗുണഫലവും നൽകുന്നു. രാഹുവും കേതുവും നൽകുന്ന ഒരു യോഗമാണ് കാളസർപ്പയോഗം. രാശിചക്രത്തിൽ രാഹുവിനെ സ എന്ന അക്ഷരം കൊണ്ടും കേതുവിനെ ഷി എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. രാഹുവും കേതുവും രാശിചക്രത്തിൽ 180 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു നിൽക്കുന്ന രാശിയുടെ 7ാം രാശിയിൽ കേതു എപ്പോഴും സ്ഥിതി ചെയ്യും. മറ്റു ഗ്രഹങ്ങൾ നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ അപ്രദക്ഷിണ ദിശയിലാണ് രാശിചക്രം ചുറ്റുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാഹുകേതുക്കൾ സ്ഥിതി ചെയ്യുന്ന രാശി മുതൽ 7 രാശിക്കകത്ത് സപ്തഗ്രഹങ്ങൾ നിന്നാൽ ആ വ്യക്തിക്ക് കാളസർപ്പയോഗം ഭവിക്കുന്നു. മേടം മുതൽ തുലാം വരെയുള്ള രാശികളിൽ ഒരു ഗ്രഹം പോലും സ്ഥിതി ചെയ്യുന്നില്ല. എന്നാൽ തുലാം മുതൽ മേടം വരെയുള്ള രാശിയുടെ അകത്ത് സപ്തഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ വ്യക്തിക്ക് കാളസർപ്പയോഗം ഭവിക്കുന്നു. ഈ യോഗമുള്ള വ്യക്തിക്ക് 40 വയസ്സിന് ശേഷം മാത്രമേ ജീവിതത്തിൽ പുരോഗതിയുണ്ടാകുകയുള്ളൂ. കാളസർപ്പയോഗം ഓരോരുത്തരുടെയും ജാതകത്തിൽ വ്യത്യസ്തമായിരിക്കും. അതായത് ഈ യോഗം 12 വിധത്തിലുണ്ട്. അനന്തകാളസർപ്പയോഗം. ലഗ്നത്തിൽ രാഹു നിൽക്കുകയും 7ാം ഭാവത്തിൽ കേതു നിൽക്കുകയും അതിനുള്ളിലായി മാത്രം മറ്റു ഗ്രഹങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഈ യോഗത്തിനെയാണ് അനന്തകാളസർപ്പയോഗമെന്ന് പറയുന്നത്. ജീവിതത്തിൽ സർവത്ര പരാജയം നേരിടേണ്ടതായ അവസ്ഥയുണ്ടാകുകയും വിവാഹ തടസ്സം ഉണ്ടാകുകയും ദാമ്പത്തിക സുഖമില്ലായ്മ എന്നിവയാണ് ഫലങ്ങൾ. ആത്മീയമായ അറിവ് നേടുവാനും ഉന്നതിയിലെത്തുവാനും ഈ യോഗം സഹായിക്കുകയും ഫലമാകുന്നു. ഗുളിക കാളസർപ്പയോഗം. ലഗ്നാൽ 2ാം ഭാവത്തിൽ രാഹു 8ൽ കേതുവും നിൽക്കുകയും അതിനുള്ളിലായി മാത്രം മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഭവിക്കുന്നു. ആരോഗ്യഹാനി, ഗുഹ്യരോഗങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്വത്തുക്കളുടെ നഷ്ടം ഇവയെല്ലാമാണ് ഈ യോഗഫലങ്ങൾ. വാസുകി കാളസർപ്പയോഗം. 3ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും 9ൽ കേതു നിൽക്കുകയും അതിനുള്ളിലായി എവിടെയെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് പരാജയം നേരിടേണ്ടതായി വരികയും സഹോദരനെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ഫലമാകുന്നു. ശംഖപാല കാളസർപ്പയോഗം. ലഗ്നാൽ 4ൽ രാഹു നിൽക്കുകയും 10ൽ കേതു നിൽക്കുകയും അതിനുള്ളിലായി മറ്റു ഗ്രഹങ്ങൾ നിൽക്കുകയുമാണെങ്കിൽ ഈ യോഗം ഉണ്ടാകുന്നു. പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും ഇവരുടെ കർമ്മരംഗം. കുടുംബദുരിതങ്ങൾ ഉണ്ടാകുകയും സമ്മർദ്ദങ്ങളെയും ശത്രുക്കളെയും നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളരെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. പത്മകാളസർപ്പയോഗം. ലഗ്നം നിൽക്കുന്ന രാശിയുടെ 5ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും 11ൽ കേതു നിൽക്കുക, ഈ ഭാവങ്ങൾക്കിടയിലായി മറ്റ് സപ്തഗ്രഹങ്ങൾ നിൽക്കുക, ഇങ്ങനെ വന്നാൽ ഈ യോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്നവർക്ക് സന്താനങ്ങൾ ജനിക്കുവാൻ കാലതാമസം നേരിടേണ്ടതായി വരികയും വിശ്വാസവഞ്ചന എന്നിവ വന്നു ഭവിക്കുകയും ഫലമാകുന്നു. മഹാപത്മകാളസർപ്പയോഗം. രാഹു 6ലും കേതു 12ലും നിൽക്കുകയും അതിനുള്ളിലായി മറ്റു ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ മുഴുവനും ശത്രുക്കളെ കൊണ്ടും രോഗത്തെ കൊണ്ടും ബുദ്ധിമുട്ടേണ്ടതായി വരും. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉന്നത അധികാര സ്ഥാനത്ത് എത്തിച്ചേരുകയാണ് ഫലമാകുന്നത്. തക്ഷക കാളസർപ്പയോഗം. ലഗ്നത്തിൻ്റെ 7ൽ രാഹുവും ലഗ്നത്തിൽ കേതുവും നിൽക്കുകയും അതിനുള്ളിലായി മറ്റ് ഗ്രഹങ്ങൾ എല്ലാം നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഉണ്ടാകുന്നു. മദ്യം, ചൂതുകളി, സ്ത്രീ എന്നീ വിഷയങ്ങൾക്ക് അടിമയായി തീരുകയും ഈ കാരണത്താൽ ജാതകൻ്റെ ധനവും സ്വത്തും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്നതാണ് ഈ യോഗം നൽകുന്ന ഫലം. കാർക്കോടക കാളസർപ്പയോഗം. ലഗ്നം നിൽക്കുന്ന രാശിയുടെ 8ൽ രാഹുവും 2ൽ കേതുവും നിൽക്കുക, ഇതിനുള്ളിലായി സപ്തഗ്രഹങ്ങൾ നിൽക്കുക,
ഇങ്ങനെ വന്നാൽ ഈ യോഗം ഭവിക്കുന്നു. ധാരാളം ശത്രുക്കൾ ഉണ്ടാകുകയും സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ളവരുമായിരിക്കും. ചെങ്ങാത്തം സ്ഥാപിക്കുക, പൂർവിക സ്വത്തുക്കൾ ലഭിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയാണ് ഈ യോഗഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ശംഖുചൂഡ കാളസർപ്പയോഗം. ലഗ്നാൽ 9-ൽ രാഹു, 3-ൽ കേതു നിൽക്കുക. ഈ ഭാവങ്ങൾക്കുള്ളിലായി മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുക എങ്കിൽ ഈ യോഗമുണ്ടാകുന്നു. കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടാകുക, ജീവിതത്തിൽ കൂടെ കൂടെ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടേണ്ടതായി വരും. ഇവയൊക്കെയാണ് ഈ യോഗം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ. ഘാതക കാളസർപ്പയോഗം. രാഹു 10-ലും കേതു 4-ലും നിൽക്കുകയും ഇതിനുള്ളിലായി മറ്റു ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി കോടതി നടപടികൾക്ക് വിധേയനാകുകയും സർക്കാരിൽ നിന്നും ശിക്ഷ അനുഭവിക്കേണ്ടതായി വരികയും എന്ന ദുരന്ത അനുഭവങ്ങളോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് വളരെ ഉയർന്ന അധികാര സ്ഥാനത്തിൽ എത്തിച്ചേരുവാനും കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ചിങ്ങം, കന്നി രാശികളിലേതെങ്കിലും ഒന്ന് ലഗ്നമായി ജനിക്കുന്നവർക്ക് ഈ യോഗമുണ്ടായാൽ രാഷ്ട്രീയമായും ഭരണപരമായും വളരെ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. വിഷധട കാളസർപ്പയോഗം. ലഗ്നത്തിൻ്റെ 11-ൽ രാഹു, 5-ൽ കേതുവും അതിനിടയിലായി മറ്റു ഗ്രഹങ്ങളും നിന്നാൽ ഈ യോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ചയാൾ ജീവിതത്തിൽ തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരികയും ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കുവാൻ ആഗ്രഹിക്കാത്തവരും സന്താനങ്ങളിൽ നിന്നും പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും എന്നിവയാണ് ഈ യോഗം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ. ശേഷനാഗ കാളസർപ്പയോഗം. ലഗ്നാൽ 12-മത് രാഹു നിൽക്കുകയും 6-ൽ കേതു നിൽക്കുകയും അതിനിടയിലായി മറ്റ് ഗ്രഹങ്ങളും നിന്നാലുണ്ടാകുന്ന ഒരു യോഗമാണിത്. ആരോഗ്യത്തിന് ഹാനിയുണ്ടാകുകയും ശത്രുക്കൾ ഉണ്ടാകുകയും വ്യവഹാര നടപടികൾക്ക് വിധേയനാകേണ്ടി വരികയും എന്നിവയാണ് ഈ യോഗഫലങ്ങൾ. ഏതു കാളസർപ്പ യോഗമായാലും ആയുസ്സിന് ദോഷം ചെയ്യാറില്ല. മാനസികപരമായ സമ്മർദ്ദങ്ങൾ, ആരോഗ്യഹാനി, മറ്റ് ദുരനുഭവങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുമെങ്കിലും അസാധാരണമായ ബുദ്ധിയും പ്രവർത്തന നിരതയും കൊണ്ട് ജീവിത ഉന്നതി നേടുന്നവരാണ് ജാതകത്തിൽ കാളസർപ്പയോഗമുള്ളവർ. കാളസർപ്പദോഷ പരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭജനം നടത്തുന്നതും ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും കാളഹസ്തിയിൽ പോയി രാഹുകേതു ഐശ്വര്യപൂജ നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു.